ഗുഡ് മോർണിംഗ്. സോ നമ്മളിനി അടുത്ത പുതിയ സെക്ഷനിലേക്ക് മൂവ് ചെയ്യാണ്. നമ്മൾ സെയിം മൊഡ്യൂളിൽ തന്നെയുള്ള ഒരു ലാസ്റ്റ് ഒരു ഭാഗം കൂടെ ഉണ്ട്. നമ്മുടെ സാവൺ സുസുക്കിന് ഓൾറെഡി വി ഹാവ് ടു സ്റ്റഡി ദാറ്റ്. ഇനി അത് പോർഷൻ അത് ചാപ്റ്റർ എന്ന് പറയുന്നതാണ് നമ്മളിവിടെ കാണുന്നത്. അതിൻ്റെ നെയിമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ജെറമീസ് ഫസ്റ്റ് ഹണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇതെവിടെ കാണുന്ന ഇതാണ് ഇതിൻ്റെ നെയിം എന്നുള്ളത്. ജെറമീസ് ഫസ്റ്റ് ഹണ്ട് എന്നാണ് അതിൻ്റെ പാഠത്തിൻ്റെ പേര്. ജെറമീസ് ഫസ്റ്റ് ഹണ്ട് മീൻസ് വി നോ ദാറ്റ്. ഹണ്ട് മീൻസ് അറിയാമല്ലോ നമുക്ക് എന്താണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ ഓതറിൻ്റെ നെയിമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് കൊടുത്തിരിക്കുന്നത് ഓതറിൻ്റെ നെയിമാണ്. ആർതർ ഗോർഡൻ എന്നാണ് ഓതറിൻ്റെ നെയിം. ആർതർ ഗോർഡൻ എന്നാണ് ഓതറിൻ്റെ നെയിം. സോ പോർഷൻ ചാപ്റ്ററിൻ്റെ നെയിം ജെറമീസ് ഫസ്റ്റ് ഹണ്ട് എന്നാണ്. ഓതേഴ്സ് നെയിം ആർതർ ഗോർഡൻ. സോ ഫസ്റ്റ് ഡീറ്റെയിൽ മീൻസ് ഇവിടെ കൊടുത്തിരിക്കുന്ന ഈ ഭാഗം ഓതറിനെ കുറിച്ചാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ഓതറിനെ കുറിച്ചാണ് ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്. സോ ഓതറിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. ആർതർ ഗോർഡൻ അവിടെ ലൈഫ് സ്പാൻ നൽകിയിട്ടുണ്ട് 1912 to 2002. 1912. He born 1912 and he died or passed away 2002. And he is an American writer whose career as an author and editor spanned more than half a century. So, Arthur Gordon is an American writer. He was an American writer. He was born and brought up in America. American writer ആണ്. And whose career as an author and editor. He was not only an author or writer but also an editor. അയാൾ ഒരു ഓതറിന് പുറമേ ഒരു എഡിറ്ററും കൂടിയാണ്. സ്പാൻ മോർ ദാൻ ഹാഫ് എ സെഞ്ചുറി. ആൻഡ് ഹി വർക്ക്ഡ് ഓതർ ആൻഡ് എഡിറ്റർ മോർ ദാൻ ഹാഫ് എ സെഞ്ചുറി. അരനൂറ്റാണ്ടിന് മുകളിൽ ഹി വാസ് വർക്ക്ഡ് ഇൻ ഓതർ ആൻഡ് എഡിറ്റർ. He is the author of 14 books including A Touch of Wonder, Return to Wonder and A Song Called Hope. ഇനി അവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ he is the author of 14 books. He was the writer or he was the author of 14 books. 14 മീൻസ് 14 14 ബുക്സ് അയാൾ എഴുതിയിട്ടുണ്ട്. ഇൻക്ലൂഡിങ് അതിൽ ഒരു ഹി സെഡ് 3 ബുക്സ് ഓൺലി 3 ബുക്സിൻ്റെ നെയിമാണ് അവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അയാൾ എഴുതിയ 14 ബുക്കുകളിൽ 3 ബുക്സാണ്. ഈ ബുക്സിൽ തന്നെ ഒരുപാട് സ്റ്റോറീസും ഒരുപാട് മീൻസ് അയാൾ എഴുതിയ ഒരുപാട് എഡിറ്റോറിയലും കാര്യങ്ങളും ഓതറല്ലേ അയാൾ. അപ്പോൾ അതൊക്കെ ആ ബുക്സിൽ തന്നെ ഇൻക്ലൂഡ് ആയിരിക്കും. ബുക്സ് എന്നാണ് പറഞ്ഞത്. ആ ബുക്സിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്ത് ഒരുപാട് ചെറിയ ചെറിയ സ്റ്റോറീസൊക്കെ ഉണ്ടാവാം. അങ്ങനെയാണ് ഈ ജെറമീസ് ഫസ്റ്റ് ഹണ്ട് എന്നുള്ളത്. ഈ എഴുതിയ ബുക്കുകളിൽ ഒന്നിൽ ഇൻക്ലൂഡ് ചെയ്തൊരു സ്റ്റോറിയാണ് ജെറമീസ് ഫസ്റ്റ് ഹണ്ട് എന്നുള്ളത്. സോ ഹി റിട്ടൺ 14 ബുക്സ് ഇൻക്ലൂഡിങ്. ആ ബുക്സിൻ്റെ നെയിമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. എന്തൊക്കെയാണ്? എ ടച്ച് ഓഫ് വണ്ടർ, റിട്ടേൺ ടു വണ്ടർ, എ സോങ് കോൾഡ് ഹോപ്പ്. എ ടച്ച് ഓഫ് വണ്ടർ, റിട്ടേൺ ടു വണ്ടർ എന്തൊക്കെയാണ്? ബുക്കിൻ്റെ പേരെന്തൊക്കെയാണ്? എ ടച്ച് ഓഫ് വണ്ടർ, റിട്ടേൺ ടു വണ്ടർ, എ സോങ് കോൾഡ് ഹോപ്പ്. ചോദിച്ചേക്കാം, ചില സമയങ്ങളിലൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. അയാൾ എഴുതിയ ഏതെങ്കിലും ഒരു ബുക്സിൻ്റെ നെയിമൊക്കെ ചോദിച്ച് കണ്ടിട്ടുണ്ട്. He was also the former editor of Good Housekeeping, Cosmopolitan and Guidepost magazine. Then he said that he was also the former editor. ഇനി എന്താ പറയുന്നത്? He was the former editor. Former means മുന്നേ അയാൾ എന്തിൻ്റെയൊക്കെ എഡിറ്റർ ആയിരുന്നു? അയാൾ മുൻപേ വർക്ക് മീൻസ് he was not no more. Now he was not no more. So മുന്നേ അയാൾ ഫോമർ എഡിറ്റർ ആയിരുന്നു. ഏതൊക്കെ ഈ പറയുന്ന മാഗസിൻസിൻ്റെ ഫോമർ എഡിറ്റർ ആയിരുന്നു, മുൻ എഡിറ്റർ ആയിരുന്നു അല്ലേ? മുൻ എഡിറ്റോറിയൽ പേജിലെ എഡിറ്റർ ആയിരുന്നു ആര്? നമ്മുടെ ആർതർ ഗോർഡൻ എന്നുള്ള വ്യക്തി. അദ്ദേഹം മുൻ എഡിറ്റർ ആയിരുന്നു. ഏതൊക്കെ മാഗസിൻ്റെ എഡിറ്റർ ആയിരുന്നു എന്ന് അവിടെ കൊടുത്തിട്ടുണ്ട്. ഗുഡ് ഹൗസ് കീപ്പിംഗ് ആണ് ഒരു മാഗസിൻ. അടുത്തത് കോസ്മോപൊളിറ്റൻ ആൻഡ് ഗൈഡ് പോസ്റ്റ് മാഗസിൻ. ആ 2 മാഗസിൻ്റെ എഡിറ്റർ ആയിരുന്നു ആര്? ആർതർ ഗോർഡൻ. നമുക്ക് ബേസിക്കലി ഗോർഡൻ എന്ന് വിളിക്കാം.
He has also contributed to such publications as Reader's Digest, Esquire, Collier's Saturday Evening Post, McCall's and Red Book. So he has also contributed to such publication. എന്താണ് താഴെ പറയുന്ന പബ്ലിക്കേഷൻസൊക്കെ എന്താണ് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഹി ഹാസ് ഓൾസോ കോൺട്രിബ്യൂട്ടഡ് ടു സച്ച് പബ്ലിക്കേഷൻസ്. അയാളൊരു പബ്ലിക്കേഷൻ മീൻസ് എന്താണ് ചില ബുക്കുകളൊക്കെ പബ്ലിക്കേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് പല എന്താണ് മണിയൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളൊരു വ്യക്തി കൂടി ആരാണ് നമ്മുടെ ആദർ ഗോർഡൻ. ആക്ച്വലി നമ്മൾ ബുക്സൊക്കെ പബ്ലിഷ് ചെയ്യാൻ ഒരുപാട് മണി എന്താണ് നമുക്ക് വേണ്ടി വരും, എന്നാലേ ഒരു ബുക്സ് ആക്ച്വലി എഴുതിയ ആളായിരിക്കില്ല ഒരു ബുക്സ് പബ്ലിഷ് ചെയ്യുക. അപ്പോൾ എന്താണ് ഒരു ഏണിങ്സ് നമ്മളെ കയ്യിലുണ്ടെങ്കിലേ പബ്ലിക്കേഷനായിട്ട് നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ എന്താണ് നമ്മൾ റൈറ്റേഴ്സിൻ്റെ ബുക്കൊക്കെ പൈസ കൊടുത്ത് പബ്ലിക്കേഷൻ ഏറ്റെടുക്കുകയാണ് ചെയ്യുന്നത്. സോ റീഡേഴ്സ് ഡൈജസ്റ്റ്, എസ്ക്യൂർ, കോളിയേഴ്സ്, സാറ്റർഡേ ഈവനിങ് പോസ്റ്റ് എന്നൊക്കെ ഉള്ളത് പബ്ലിക്കേഷൻ്റെ നെയിമാണ് കേട്ടോ. മാക്കോൾസ് ആൻഡ് റെഡ് ബുക്ക് എന്നൊക്കെ ഉള്ളത് പബ്ലിക്കേഷനാണ്. അങ്ങനെ ഒരുപാട് നമ്മളിന്ന് കാണാം നമുക്ക് എന്താണ് നരേൻസ് ബുക്ക്. മീൻസ് ചില ബുക്സൊക്കെ എന്താണ് നരേൻസ് ബുക്ക് എന്നൊക്കെ കാണാൻ നരേൻസ് ബുക്കാണ് അവരുടെ പബ്ലിക്കേഷൻ്റെ പേര്. നിങ്ങളെല്ലാ ബുക്സും എടുത്തു നോക്കിയാൽ ഇൻക്ലൂഡിങ് ഈ ഒരു സിലബസ് ആയിക്കോട്ടെ പബ്ലിക്കേഷൻ എവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അവിടെ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ ആരാണ് പബ്ലിഷ് ചെയ്തതെന്ന് നമുക്ക് ഏത് ഓർഗനൈസേഷൻ അല്ലെ ഏത് സംഘടനയാണ് അവിടെ പബ്ലിക്കേഷൻ നടത്തിയതെന്ന് നമുക്കവിടെ വ്യക്തമാവും. ഗോർഡൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് റെഡ് ബുക്ക് കഴിഞ്ഞിട്ട് ഗോർഡൻ എന്ന് കണ്ടില്ലേ, ഇതെവിടെ ഇങ്ങനെ ഗോർഡൻ എന്ന് കണ്ടില്ലേ, ഇത് ഓതറിൻ്റെ നെയിമാണ് ഗോർഡൻ അവിടെ കൊടുത്തിരിക്കുന്നത്. ആർതർ ഗോർഡന എന്താണ് ചുരുക്കി പറഞ്ഞതാണ് ഗോർഡൻ എന്നുള്ളത്. ഗോർഡൻ വാസ് പെർഹാപ്സ് ബെസ്റ്റ് നോൺ ലോക്കലി ഫോർ എ ടച്ച് ഓഫ് വണ്ടർ. അയാളെ കൂടുതൽ അറിയപ്പെടുന്നൊരു ബുക്ക് എന്ന് വെച്ചാൽ എ ടച്ച് ഓഫ് വണ്ടർ ആണ്. അത് നോട്ട് ചെയ്ത് വെക്കണം, ചോദിക്കാൻ സാധ്യതയുണ്ട്. ഗോർഡൻ ഓൾവേസ് നോൺ അല്ലെ ഗോൾഡൻസ് ഫേമസ് ബുക്ക് അല്ലെ എന്താണ് ഗോർഡൻസ് ബെസ്റ്റ് നോൺ ലോക്കലി ഫോർ എ ടച്ച് ഓഫ് വണ്ടർ അല്ലെ ഗോർഡൻസ് ബെസ്റ്റ് നോൺ ബുക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ചോദിച്ചേക്കാം. എ ടച്ച് ഓഫ് വണ്ടർ ആണ്. എന്താണ് ഈ ടച്ച് ഓഫ് വണ്ടർ എന്നുള്ളത്? എ കളക്ഷൻ ഓഫ് ഡിസ്ക്രിപ്റ്റീവ് എസ്സേസ് ഓൺ ഫാമിലി ആൻഡ് ലൈഫ് അലോങ് ദ ജോർജിയ കോസ്റ്റ്. ഈ എ ടച്ച് ഓഫ് വണ്ടർ എന്നുള്ള ഈ ബുക്കിൽ എന്താ എഴുതിയെന്ന് വെച്ചാൽ എ കളക്ഷൻ ഓഫ് ഡിസ്ക്രിപ്റ്റീവ് എസ്സേ, ഒരു കൂട്ടം കളക്ഷൻ മീൻസ് എ കളക്ഷൻ ഓഫ് ഡിസ്ക്രിപ്റ്റീവ് മീൻസ് എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് എഴുതുന്ന മീൻസ് ഒരുപാട് ഡിസ്ക്രിപ്ഷൻ ഉള്ള മീൻസ് ഡീറ്റെയിൽഡ് എസ്സേ ആണ് ഓൺ ഫാമിലി. എന്തിനെക്കുറിച്ചാണ് എസ്സേ? ഓൺ ഫാമിലി ആൻഡ് ലൈഫ് അലോങ് ദ ജോർജിയ കോസ്റ്റ്. ഫാമിലിയെക്കുറിച്ചും ജോർജിയ കോസ്റ്റിലെ ലൈഫും അവിടെയുള്ള ഫാമിലിയും. അയാൾ ജീവിച്ച സാഹചര്യമാണ് ഈ ജോർജിയ കോസ്റ്റ് എന്നുള്ളത്. ഇറ്റ് വാസ് ലിവ്ഡ് ഇൻ ജോർജിയ കോസ്റ്റ് പ്ലേസ് ആണ്. ജെറമീസ് ഫസ്റ്റ് ഹണ്ട് ഈസ് ടേക്കൺ ഫ്രം നമ്മളിപ്പോൾ എടുക്കുന്ന ഭാഗത്തിലേക്കാണ് വരുന്നത്. ജെറമീസ് ഫസ്റ്റ് ഹണ്ട് എന്നുള്ളത് നമ്മൾ ഇപ്പോൾ എടുക്കുന്ന പോർഷനാണ്. അതാണ് ഇവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്. ജെറമീസ് ഫസ്റ്റ് ഹണ്ട് ഈസ് ടേക്കൺ ഫ്രം ഹിസ് 1983 കളക്ഷൻ ഓഫ് സ്റ്റോറീസ് എൻടൈറ്റിൽ ത്രൂ മെനി വിൻഡോസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ത്രൂ മെനി വിൻഡോസ് എന്നുള്ളതും 1983 ജെറമീസ് ഫസ്റ്റ് ഹണ്ട് എന്നുള്ളതും. എങ്ങനെയാണ് ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നതെന്ന് വെച്ചാൽ ജെറമീസ് ഫസ്റ്റ് ഹണ്ട് ഈസ് ടേക്കൺ ഫ്രം 1983 കളക്ഷൻ 1983 ഇത് പബ്ലിഷ് ചെയ്തത്. ഏത് ബുക്കിലാണ് ഇത് പബ്ലിഷ് ചെയ്തത്? ത്രൂ മെനി വിൻഡോസ് എന്നുള്ള ബുക്സിലാണ് ജെറമീസ് ഫസ്റ്റ് ഹണ്ട് എന്നുള്ള സ്റ്റോറി ഉള്ളത്. സോ ഈ ത്രൂ മെനി ബുക്സ് എന്നുള്ള ഒരു മീൻസ് ത്രൂ മെനി ബുക്സ് എന്നുള്ളത് ഒരു കുറേ സ്റ്റോറീസ് ഇൻക്ലൂഡ് ചെയ്ത ഒരു ബുക്കാണ്. ആ ബുക്കിൽ ഇൻക്ലൂഡ് ചെയ്ത ഒരു സ്റ്റോറിയാണ് ജെറമീസ് ഫസ്റ്റ് ഹണ്ട് എന്നുള്ളത്. അപ്പോൾ അത് ഗോർഡനെ കുറിച്ചുള്ള ഇവിടെ അയാളെക്കുറിച്ചുള്ളൊരു പ്രൊഫൈലാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അയാൾ എഴുതിയ കാര്യങ്ങളും അയാളുടെ ഫേമസ് ആയിട്ടുള്ള കാര്യങ്ങളും ഓവറോൾ വായിച്ചു നോക്കുക. ഞാൻ ഒന്നുകൂടെ വായിച്ചു തരാം. ആർതർ ഗോർഡൻ 1912-2002 is an American writer whose career as an author and editor spanned more than half a century. He is the author of 14 books including A Touch of Wonder, Return to Wonder and a song called Hope.
He was also the former editor of Good Housekeeping, Cosmopolitan, and Guidepost magazine. He has also contributed to such publications as Reader's Digest, Esquire, Collier's, Saturday Evening Post, McCall's, and Red Book. Gordon was perhaps best known locally for A Touch of Wonder, a collection of descriptive essays on family and life along the Georgia coast. Jeremy's First Hunt is taken from his 1983 collection of stories entitled Through Many Windows. സോ ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ആർതർ ഗാർഡൻ ഹി വാസ് ഹിസ് നേറ്റീവ് പ്ലേസ് എന്നാണ്, അമേരിക്കയാണ്. ഹി വാസ് എൻ അമേരിക്കൻ റൈറ്റർ. ദെൻ ചോദിക്കുന്ന സാധ്യതയുള്ളത് ജെറമീസ് ഫസ്റ്റ് ഹണ്ട് പബ്ലിഷ്ഡ് ഇൻ ദ ഇയർ 1983. ദെൻ എന്താണ് ഇൻ വിച്ച് ബുക്ക് ജെറമീസ് ഫസ്റ്റ് ഹണ്ട് പബ്ലിഷ്ഡ്, ഏത് ബുക്കിലാണ് ജെറമീസ് ഫസ്റ്റ് ഹണ്ട് പബ്ലിഷ് ചെയ്തത്? ത്രൂ മെനി വിൻഡോസ് എന്നാണ്. മീൻസ് എന്താണ്, ഈ പാഠഭാഗം നമ്മൾ ആദ്യം സെവൻ സുസൂക്കിയുടെ ആ പാഠഭാഗത്തിനേക്കാളും കുറച്ചുകൂടെ വേർഡ്സ് ടഫാണ്. മീൻസ് മീനിങ് ചെയ്യാൻ നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ കുറച്ചുകൂടെ എന്താണ് ടഫായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. വേർഡ്സൊക്കെ കുറച്ച് ടൈറ്റാണ്, എന്താണ് പക്ഷേ സ്റ്റാൻഡേർഡാണ്, ടഫാണ്. സോ നന്നായിട്ട് ലിസൺ ചെയ്താലേ ക്ലിയർ ആവുള്ളൂ. അപ്പോൾ ഈ എന്താണ് ഓതറിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഇത്രയേ ഉള്ളൂ. ഇത് വായിച്ച് നോക്കുക. ഇത് നമ്മൾ വൺ വേർഡ് ക്വസ്റ്റ്യൻ ഇതിൽ നിന്നൊക്കെ വരാം. അതുകൊണ്ടാണ് ഞാൻ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തന്നത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം, സ്റ്റോറിയിലേക്ക് വരാം, ജെറമീസ് ഫസ്റ്റ് ഹണ്ട് എന്നുള്ള സ്റ്റോറിയിലേക്ക് വരാം. ഓക്കെ, താങ്ക് യു.